തനിമയിലഭിമാനിച്ചിടാം. പോരുമോ നാമെല്ലാം തനിമയിലഭിമാനിച്ചിടാം. പോരുമോ നാമെല്ലാം തനിമയിലഭിമാനിച്ചിടാം. പോരുമോ നാമെല്ലാം. നമ്മുടെ മുതുമുത്തച്ഛൻ വലിയകാർന്നവര് അബ്രാഹം, പുള്ളിക്കാരനും പെമ്പ്രനോത്തി സാറാമ്മയും അവർ രണ്ടുപേരും ഉച്ചയ്ക്ക് ഊണുമൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ മനോരമയൊക്കെ വായിച്ച് തിണ്ണയിൽ വെറുതെ കിടക്കുക. പുള്ളിക്കാരത്തി അലക്കാനോ കുളിക്കാനോ ഒക്കെ ആയിട്ടങ്ങ് മാറുന്ന നേരത്ത് ആ 3 ചെറുപ്പക്കാർ റോട്ടിൽ കൂടെ നടന്നുപോയി നമ്മൾ വായിച്ചത്. ഏതായി ചെറുപ്പക്കാരെന്ന് പോലും അറിയാൻ മേലാതെ ഈ തിണ്ണെ വരാന്തയിൽ ഇരുന്ന മനുഷ്യൻ നേരെ റോട്ടിലേക്ക് ഇറങ്ങി ചെന്ന് നിർബന്ധമായിട്ടും അവരെ പെരക്കകത്തോട്ട് വിളിച്ചോണ്ട് വന്നു. വഴിയെ വെറുതെ പോയവനെയാണ് പെരക്കകത്തോട്ട് വിളിച്ചോണ്ട് വന്നു. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, എടി നീ ഓടിപ്പോയി ഒരു പൂവൻകോഴിനെ തല്ലിക്കൊല്ല്, എന്നിട്ട് അതുകൊണ്ട് കബാബും ഗ്രില്ലും ഉണ്ടാക്കും, പിന്നെ കുബൂസും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വാ, നമുക്ക് അവർക്ക് തീറ്റയൊക്കെ കൊടുത്തിട്ട് വിടാം. അവരെ ഇരുത്തി വഴിയാത്രികരാണെന്ന് മനസ്സിലാക്കി, അവരുടെ ക്ഷീണം മനസ്സിലാക്കി, അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് മര്യാദയ്ക്ക് പറഞ്ഞു വിട്ടതിനൊരു പ്രതിഫലവും കൂടെ കിട്ടി. കാരണം അവർ ആരായിരുന്നു? They were angels. They were angels. അല്ലേ? നമ്മൾ ബൈബിളെ കാണുന്നുണ്ട്. ദൈവം അയച്ച 3 മാലാഖമാരായിരുന്നു അവർ, അല്ലേ? അപ്പോൾ യഹൂദൻ്റെ പാരമ്പര്യത്തിൽ അതിഥിയെ സൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ മാലാഖമാരെ ശുശ്രൂഷിക്കുക എന്നാണ് അർത്ഥം. ആൻഡ് ദാറ്റ് ഈസ് ദ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്. ആ അപ്പനും ആ സാറാമ്മയെന്നും കിട്ടിയ ചോരയാണ്, അതവിടെ നിൽക്കട്ടെ. എന്നാൽ when you come to the New Testament, listen, യേശു തൻ്റെ മരണവും ഉത്ഥാനവും കഴിഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്ന കാലം. അപ്പോഴാണ് നമ്മൾ കാണുന്നത് 2 ചെറുപ്പക്കാർ എമ്മാവൂസിലേക്ക് നടന്നു പോവുക. അതിൻ്റെ ശിഷ്യന്മാരുടെ വകുപ്പിൽപ്പെടുന്നവരാ. അവർ ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോകുന്ന വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ചർച്ചയാണ്. ആ ചർച്ചയുടെ ഇടയ്ക്ക് റോഡ് സൈഡിൽ നിന്നൊരു ചെറുപ്പക്കാരൻ അവരുടെ ഇടയ്ക്ക് നൊത്തിച്ച് കയറി എന്നാണ് നമ്മൾ വായിക്കണത്. ആരാ അവനാ എന്നാന്നൊന്നും അവർക്കും മനസ്സിലായില്ല. ഏതായാലും വർത്താനമൊക്കെ പറഞ്ഞ് മിണ്ടിപ്പറഞ്ഞ് അങ്ങ് പോയപ്പോൾ അവരവരുടെ വീടിനോടടുത്തപ്പോൾ ഈ കൂടെ വന്ന അതിഥി ഒരുപാട് ദൂരം ഇനിയും പോകാനുണ്ട് എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ മണി അഭിനയിച്ച് കാണിച്ചു. ഉടനെ അവർ പറഞ്ഞു, ഉമ്മാലയായി, ഇനി രാത്രി ഇപ്പോൾ കള്ളന്മാരൊക്കെ ഉള്ള സ്ഥലമാണ്, രാത്രി ഇവിടെ കിടന്നിട്ട് അങ്ങ് പോകാമെന്ന് പറഞ്ഞ് ഈ അതിഥിയെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്നിരുന്നിട്ട് ഈ അതിഥിക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി അവർ 3 പേരും കൂടെ ഭക്ഷിക്കാനായിട്ടിരുന്നപ്പം ഈ വന്ന അതിഥി കയ്യിലിരുന്ന അപ്പം എടുത്ത് മുറിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത് കൂടെ ഉണ്ടായിരുന്നത് യേശുവായിരുന്നുവെന്ന്. അപ്പം തിന്നാനിരുന്നപ്പോഴാ കൂടെയിരുന്നത് ക്രിസ്തുവാണെന്ന് മനസ്സിലായത്. അപ്പോ പുതിയ നിയമത്തിന്റെ ഇസ്രായേലായ ക്നാനായക്കാരൻ വെച്ചു വിളമ്പിക്കൊടുക്കുന്നതിന്റെ അർത്ഥം അറിയാവോ? ചുമ്മാ തിന്നരുത് ഇനിയെങ്കിലും, മറിച്ച് ഉത്ഥാനം ചെയ്തവനെ അനുഭവിക്കുന്ന ഇടമാണ് വീട്. അതാ ദരിദ്രനായിരിക്കുമ്പോഴും അതിഥിയായി വന്നവർക്ക് വേണ്ടി വെച്ചുകാലാക്കി കൊടുക്കുമ്പോൾ വെറും ശുശ്രൂഷയല്ല, പഴയ നിയമത്തിന്റെ മാലാഖാ ശുശ്രൂഷയല്ല, ഭാരതീയന്റെ അതിഥി സൽക്കാരമല്ല, ദേവനായി കണ്ടിട്ടല്ല, മറിച്ച് ക്രിസ്താനുഭവം, ഉത്ഥാനം ചെയ്തവനെ അനുഭവിക്കുന്ന പ്രാക്ടിക്കൽ, അതാ വെച്ചു വിളമ്പി കൊടുക്കുന്നതിൻ്റെ അർത്ഥം. വിശുദ്ധ കുർബാനയുടെ പ്രാക്ടിക്കലായ മറ്റൊരു രൂപമാണ്. അപ്പോൾ അത് പാരമ്പര്യമല്ല, നമ്മുടെ വിശ്വാസ ജീവിതം. ആ വിശ്വാസ ജീവിതം പാലിക്കുന്നവൻ കുർബാന തന്നെ ചെയ്തുകൊണ്ട് അഥവാ ജീവിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്നല്ല അർത്ഥം. എന്തേ നമ്മൾ നശിക്കാത്ത ഈ പള്ളിയെ ചുറ്റിപ്പറ്റിയ സംസ്കാരം നിങ്ങൾ നോക്കിക്കേ. ഈ ക്രിസ്തുവിനെ ഉത്ഥാനത്തിന് ശേഷം അനുഭവിച്ചതെല്ലാം തിന്നാനിരിക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട്. യേശുവിൻ്റെ മരണവും ഉത്ഥാനത്തിന് ശേഷം വലിയ നിശ്ചയമില്ലായിരുന്ന തലമൂത്ത കാർന്ന ഒരു പത്രോസ് പഴയ പണിക്ക് പോകാൻ പുള്ളി പണ്ട് വിറ്റ വല തിരിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് വാടകക്കാരുടെ നിന്ന് വലയൊക്കെ മേടിച്ച് യമഹാടി എഞ്ചിനും ഒക്കെ വാടകയ്ക്ക് എടുത്ത് മോട്ടറും ഒക്കെ എടുത്ത് പുള്ളിയും 3-4 പേരും കൂടെ രാത്രി മുഴുവൻ പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഗലീലയിൽ തടാകത്തിൽ പോയി രാത്രി മുഴുവൻ നേരം വെളുക്കുന്നവരെ ഒരു പൂഞ്ഞാനെ പോലും കിട്ടിയില്ല, പള്ളത്തി പോലും കിട്ടിയില്ല.
നിരാശരായി തിരിച്ചു തുഴയുമ്പോഴാണ് അതേലിരുന്നവരിൽ ഉള്ളതിൽ ഏറ്റവും ചെറുപ്പക്കാരൻ, കാരണം ബാക്കി എല്ലാവരും കുര്യൻ സബ്റ്റിക്കിൽസ് എന്ന കന്നഡ വെച്ചിട്ടുണ്ടായിരുന്നു, യോഹന്നാൻ മാത്രം ചെറുപ്പക്കാരനായതുകൊണ്ട് കന്നഡയില്ലായിരുന്നു. പുള്ളി കരയിലോട്ട് നോക്കിയപ്പോഴാ ഒരു ചെറുപ്പക്കാരൻ കരയിൽ നിൽക്കുന്ന കണ്ടേ. ഈ ചെറുപ്പക്കാരൻ അങ്ങോട്ട് വിളിച്ചൊരു ചോദ്യം, മക്കളെ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? ഉടനെ അവിടുന്ന് ഒന്നുമില്ല, ഒന്നും കിട്ടിയില്ല. നേരം പറയാ, എന്നൊരു കാര്യം ചെയ്യേ, വലത്തേക്ക് മാറി ഇമ്മണിയും കൂടി ഒന്ന് ആഴത്തിലിട്ട് നോക്കാൻ. അത്രോ നിങ്ങൾ എന്നാ ചെയ്തു? ചെറുപ്പക്കാരിട്ട് നോക്കി, 153 മീൻ കിട്ടിയെന്നാണ്. ആ കണക്കും വലയൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത്രയും മീൻ കിട്ടിയപ്പോഴേക്കും പത്രോസിന് എന്തോ ചെറിയ സംശയം, പന്തികേട്. അപ്പോഴാ യോഹന്നാനോട് പറഞ്ഞ്, നീ ഒന്നും കൂടെ ശരിക്കും നോക്കിക്കുക അത് ആരാന്ന്. നോക്കിയപ്പോഴാ കണ്ടത് എന്താന്നറിയാവോ? ഈ രാത്രി മുഴുവൻ അത്യധ്വാനം ചെയ്ത്, അതുകൊണ്ടാണ് ഇവിടെ ശരിക്കും ശ്രദ്ധിച്ചോണം, കാരണം കഥ എഴുതിയത് യോഹന്നാനാ, ബുദ്ധിമാനായ യോഹന്നാൻ. ഈ രാത്രി മുഴുവൻ ക്ഷീണിച്ചവശരായി തിരിച്ചു വരുന്ന തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് തട്ടുകടയെന്ന് ദോശയും മേടിച്ച് 3-4 മീനും അടുപ്പുകല്ലുണ്ടാക്കി ചുട്ട് കാത്തിരിക്കുന്ന ക്രിസ്തുവിനെ കണ്ടപ്പോഴാ യോഹന്നാൻ പറഞ്ഞത്, അവൻ സത്യമായിട്ടും നമ്മുടെ കർത്താവാണ്. When you eat and drink, you experience the risen Lord. അതാ നമ്മൾ തിന്നവും കുടിക്കുകയും ചെയ്യുന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇനിയെങ്കിലും ചിയേഴ്സ് പറയുമ്പം തമ്പുരാനെ ഓർത്ത് ചെയ്താൽ കുടുംബം പോകുകയല്ല എന്ന് കരുതി അത് ഞാൻ പ്രോത്സാഹിപ്പിച്ചു എന്ന് ആരും വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുകയും വേണ്ട. കാരണം ഉണ്ട്, ഇതേ മിശിയാമ്പുരാൻ അതാണ് എല്ലാവർക്കും. കാനായിൽ എൻ്റെ വല്യപ്പനുണ്ടായിരുന്നു, പുള്ളി നല്ല സൂപ്പർ കുടിക്കാരനാണ്, പക്ഷേ കുടിച്ചല്ല മരിച്ചത്, സ്റ്റാൻഡേർഡ് കുടിക്കാരന്, പാട്ട മണണ സാധനമൊന്നും കഴിക്കില്ലായിരുന്നു. പുള്ളിക്കാരൻ നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ പറയും, ബേബിച്ച കാനായിലെ കല്യാണത്തിന് മിശിയാമ്പുരാൻ പാറ്റി കൊടുത്തിട്ടുണ്ടല്ലോ, പിന്നെ നമുക്ക് കുടിക്കുന്ന തന്നെയല്ല. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, അല്പം മദ്യം ബോധത്തെ തെളിക്കും. തന്നെയല്ല, ഭക്ഷണത്തിന് ശേഷം ഉമ്മാല് രാത്രിയിൽ ഇച്ചിരി വൈൻ കുടിക്കുന്നത് നല്ലതാണെന്നും പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ഉദര രോഗങ്ങൾക്ക് നല്ലതാണ്. ഈ കാര്യങ്ങളല്ലാതെ ചാച്ചന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വേറെ ഒന്നും അറിയത്തില്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, മിശിയാമ്പുരാൻ ഈ അപ്പം മുറിക്കലിൻ്റെ അവസാന ശുശ്രൂഷ നടത്തിയിട്ട് ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്, അതാരും ഒരു കരിസ്മാറ്റിക്കാരനും പറഞ്ഞിട്ടില്ല. അത് എന്താണെന്നറിയോ? ഇനി നമ്മൾ ഒന്നിക്കുന്നവരെ ഇതിൻ്റെ ചാറ് ഞാൻ കുടിക്കുകയില്ല. നമുക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരാളുണ്ട് മുകളിൽ, ഒരു തുള്ളി പോലും അതെന്നാരും പറയാതെ. ഇനി നമ്മൾ ഒരുമിക്കുന്നത് വരെ അതിൽ നിന്ന് നുകരില്ല എന്ന് പറഞ്ഞു ഒരുവനുണ്ട് മുകളിൽ. മറക്കണ്ട, തൽക്കാലം വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതമെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നമ്മൾ തിന്നുകയും കുടിക്കുകയും ചെയ്തത്. നിങ്ങളൊന്ന് ആലോചിച്ച്, നമ്മൾ കത്തോലിക്കരുടെ ഇടയിൽ പെരുന്നാളിലെ ഏറ്റവും പ്രധാന കർമ്മം എന്താ? നമ്മുടെ പെരുന്നാളിൻ്റെ വിശുദ്ധ കുർബാന മറക്കരുതേ. ഒരു കത്തോലിക്കനെ സംബന്ധിച്ചിടത്തോളം അവൻ നടത്തുന്ന തിരുനാളിലെ ഏറ്റവും പ്രധാന സെന്റർ പോയിന്റ് എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ്. മറക്കരുത്. അത് കഴിഞ്ഞാലോ ലതീഞ്ഞ് എഴുന്നള്ളിപ്പ്, യെസ്, ഈ ലതീഞ്ഞും കഴുന്നും പ്രദക്ഷിണമൊന്നും അല്ല, മറിച്ച് പെരുന്നാളിൻ്റെ തലേദിവസം കെട്ടിച്ചുവിട്ട പെണ്ണുങ്ങളും മാറി താമസിക്കുന്ന ചെറുക്കന്മാരും കൂടെ തറവാട്ടി വരും തലപ്പള്ളി പെരുന്നാളിന്. വന്നിട്ടേ നമ്മുടെ അമ്മ കിടക്കുന്നതിന് മുമ്പ് പെണ്ണുങ്ങളുടെ കൂടെ പുളിമാവ് കലക്കി വെച്ചത്, ഒഴിച്ചു വെച്ചത് 3:30-4 ആകുമ്പം പെണ്ണുങ്ങൾ എഴുന്നേറ്റ് കള്ളപ്പമൊക്കെ ചുട്ടുവെക്കും. എന്നിട്ട് ഈ പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞ് വന്ന് അപ്പനും അമ്മയും മക്കളും ആങ്ങളെയും പെങ്ങളും എല്ലാവരും കൂടെ ഈ കള്ളപ്പം ചുട്ടതും തൊലത്തിയതും കോഴി പെരളനും കൂടെ ഒരുമിച്ച് കഴിക്കുന്നതാണ് നമ്മുടെ ആഘോഷത്തിൻ്റെ രണ്ടാമത്തെ പ്രധാന ഭാഗം. എന്നാൽ ഈ കുർബാന എന്നതായിരുന്നു? ഒരിടവക സമൂഹം ഒന്ന് ചേർന്ന് ഭക്ഷിച്ച് ക്രിസ്തുവാകുന്ന ശരീരം ഭക്ഷിച്ച് പോയി. ഭക്ഷണമായിരുന്നു അത്. കുർബാന ഒരു ഭക്ഷണമായിരുന്നു അല്ലേ? അതിൻ്റെ സംക്ഷിപ്ത രൂപമാണ് വീട്ടിൽ അപ്പനും അമ്മയും മക്കളും കൂടി ഒരുമിച്ചിരുന്ന് തിന്നുമ്പോൾ അർത്ഥം. വി ആർ റിയലി എക്സ്പീരിയൻസിങ് ദ റിസൺ ലോർഡ്. ആ ഉത്ഥാനത്തിലുള്ള പ്രതീക്ഷ 101% എന്ന് ഞാൻ പറഞ്ഞ തെറ്റാണോ?
നമ്മൾ പൂർവികരെ മുഴുവൻ അനുസ്മരിക്കുന്നത് അതുകൊണ്ടാ. നമ്മുടെ ഏത് കർമ്മവും കാരണവന്മാരെ വിളിച്ചാൽ തുടങ്ങുന്നത്. അതുകൊണ്ടാ ചാരം കെട്ടി എന്ന വാക്കിന്റെ അർത്ഥം അറിയാവോ നിങ്ങൾക്ക്? എന്താണ് അതിൻ്റെ അർത്ഥം? അഭിമാനം വേണം ആ വാക്ക് കേൾക്കുമ്പം. ചാരം കെട്ടി എന്ന് വിളിക്കുമ്പോൾ ഇങ്ങനെ ഉപ്പൂറ്റി പൊങ്ങണം. എന്നാ കാരണം? AD 72 ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടപ്പോൾ, അത് അഗ്നിക്കിരയാക്കിയപ്പോൾ, അവിടെ നിന്നും തങ്ങളുടെ പ്രിയപ്പെട്ട പൂർവികരെ അടക്കം ചെയ്ത ഈ അവരൊക്കെ ബലിയർപ്പിച്ചതും ദൈവത്തെ വിളിച്ചതുമായ ദേവാലയത്തിൻ്റെയും പൂർവികരെ അടക്കം ചെയ്ത മണ്ണിനെയും ഓർത്തോണ്ട് അഗ്നിക്കിരയാക്കപ്പെട്ടതിൻ്റെ അവശേഷിപ്പുകൾ അഗ്നികുണ്ഡത്തിൽ നിന്നും അവർ വാരിയെടുത്ത ചാരം പൊതിഞ്ഞു കെട്ടിയ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും അവര് പോയത്. അന്ന് തെറ്റിദ്ധരിക്കരുത്, കത്തോലിക്കർ അവരിന്ന് മാറിയല്ല അന്നത്തെ അവസ്ഥ. മനസ്സിലാവുന്നുണ്ടോ? കത്തോലിക്ക സഭ എന്നൊരു സഭ മാറിയിട്ടില്ല. ആ യഹൂദന്മാർ എപ്രകാരം തങ്ങളുടെ പൂർവികരെ അനുസ്മരിക്കാൻ ഈ ചാരമെടുത്തോണ്ടോടിയോ, അതുപോലെ ടിപ്പു സുൽത്താനാൽ നമ്മുടെ പൂർവികർ ഒന്നിച്ച് താമസിച്ചിരുന്ന കൊടുങ്ങല്ലൂർ പട്ടണത്തിന് തീയിട്ടപ്പോ നമ്മുടെ കാരണവന്മാരെ ഓർത്തോണ്ട് അഗ്നിക്കിരയാക്കപ്പെട്ട കുടീരങ്ങളിൽ നിന്നും എടുത്ത ചാരം എടുത്തോണ്ട് ഓടിക്കൊണ്ട കേരളക്കരയിൽ നമ്മൾ ചാരം കെട്ടികൾ എന്ന് വിളിക്കപ്പെടുന്നു. അഭിമാനം വേണം, അഭിമാനം. കാരണവന്മാരെ അനുസ്മരിക്കുന്നതിൻ്റെ പേരിൽ അഭിമാനം കൊണ്ട് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഇന്നലെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞായിരുന്നു, വ്യഭിചരിക്കപ്പെടാത്ത വിശ്വാസം. ഇന്ന് നമുക്ക് സംഭവിച്ചു വേറൊന്നുമല്ല, ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ജീവിത രീതിയിലേക്ക് വന്നു. കുറേ ധ്യാനമൊക്കെ അതിൻ്റെ ഭാഗമാണ്. അതിനു മുമ്പ് നമ്മുടെ കാരണവന്മാർക്ക് ആ സാധനം ഇല്ലായിരുന്നു. അന്ധവിശ്വാസങ്ങൾ ഇന്ന് വന്ന, സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് ഓർക്കണം കേട്ടോ. അതായത് നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് 28 എന്ന് പറഞ്ഞൊരു പരിപാടി നമുക്ക് ഇല്ലായിരുന്നു. നമ്മൾ ആചരിച്ചിരുന്നത് 41-ാം നാളിൻ്റെ അനുസ്മരണം. എന്നാ കാരണം? എവിടുന്നാ 28 വന്നേ? 28 ഹൈന്ദവ പാരമ്പര്യമാണ്. ഒരു പെങ്കൊച്ചുണ്ടായാൽ 28-ാം പക്കം അവിടെ അരയിലൊരു കുഞ്ഞ് കറുത്ത അരട് കെട്ടിക്കും. അതിന് കാരണം അറിയാവോ നിങ്ങൾക്ക്? ഈ 28 ഒരു ജീവന്റെ പൂർണ്ണതയുടെ തെളിവാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയിൽ അവളുടെ ജീവന്റെ അവളിൽ നിന്നും ജീവന്റെ കണം അത് അതിൻ്റെ പൂർണ്ണ വളർച്ച ചെയ്യുന്ന എത്രാമത്തെ ദിവസമാണ്? അതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. അഥവാ ഒരു ജീവൻ പൂർണ്ണമാകുന്ന ദിനം 28ആണ്. ഇനി നിങ്ങളൊന്ന് ഓർത്തേ, മരിച്ചുപോയവരെ അനുസ്മരിക്കാൻ വേണ്ടി ഈ പാരമ്പര്യത്തിൽ 28-ാം നാൾ അവരിൽ മറ്റൊരവസ്ഥയിൽ ഒരു പൂർണ്ണ ജീവനിലേക്ക് പ്രാപിച്ചിരിക്കുന്നു എന്ന ധാരണ അല്ലായിരുന്നു തെക്കുംപാൻ്റേത്. മറിച്ച് മരിച്ചുപോയ കാരണവന്മാരെ അനുസ്മരിക്കുന്ന 40-ാം നാൾ ആചരിക്കാൻ കാരണമുണ്ട്. എന്തെന്നാൽ മിശിഹാമ്പുരാന്റെ ഉത്ഥാനത്തിന് ശേഷം അവൻ എത്രാം പക്കമാ മോളിലോട്ട് പോയേ? 40-ാം പക്കം. ഇനി വീണ്ടും ഒരല്പം സയൻസ് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ യു വിൽ ഗെറ്റ് ഇറ്റ്. മരിച്ച മനുഷ്യന് ഒരു വൈറ്റൽ ബോഡി ഉണ്ട് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ആ വൈറ്റൽ ബോഡിക്ക് 40 ദിവസം കൂടെ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് ചിന്ത. 100% തെളിവൊന്നും ആയിട്ടില്ല. ഒരു വൈറ്റൽ ബോഡിയുടെ എക്സിസ്റ്റൻസിന് 40 ദിനത്തോളം കൂടി സാധ്യതയുണ്ട് എന്നതിനി ഒരു സത്യമായി വന്നാൽ ക്രിസ്തു എത്ര നാൾ ഇവിടെ നിന്നു? എപ്രകാരം 40-ാം നാൾ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു, അതുപോലെ മൺമറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ അനുസ്മരിക്കുന്നത് 40-ാം നാൾ വേറൊന്നുമല്ല, അവരൊക്കെ സ്വർഗത്തിൽ ചെന്നു എന്ന് ഉറപ്പാക്കുന്നത് ഓർമ്മപ്പെടുത്തുന്ന ദിനമായിരുന്നു. അപ്പോൾ 28 ഇവിടുന്ന് വന്നേ, വിശ്വാസത്തിലെ വെള്ളം. ഇവിടെയാണ് എൻഡോഗമി നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇവിടാണ് ചിന്തിക്കേണ്ടത്. ഈ വെറുതെ പെണ്ണുങ്ങളെ കെട്ട കത്തോലിക്ക അച്ഛൻ എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഈ എൻഡഗമി എന്ന് പറഞ്ഞാൽ വെള്ളം ചേർക്കപ്പെടാത്ത വിശ്വാസം എന്ന് നിങ്ങളോട് പറയും, വ്യഭിചരിക്കപ്പെടാത്ത വിശ്വാസം. കാരണം ഉണ്ട്, യഹൂദന്റെ ജീവിതത്തിലെ അപജയങ്ങളൊക്കെ സംഭവിച്ചത് എപ്പോഴാ? അവൻ പുറജാതിക്കാരി പെണ്ണുങ്ങളെ കെട്ടിയപ്പോൾ അവർ അവരുടെ ദൈവങ്ങളെയും അവരുടെ ആചാരങ്ങളെയും അകത്ത് കൊണ്ടുവന്നു. അവിടെ അവൻ പൊളിഞ്ഞത്. അവന്റെ പരാജയം അവിടെ ആയിരുന്നു. സോളമൻ തകർന്നുപോയി. എന്നാ കാരണം? അവന്റെ പമ്പ്രനോത്തിമാരെ എല്ലാം സൂചിപ്പിക്കാൻ അവർക്ക് ഓരോരുത്തർക്കും ഓരോരോ പള്ളി ഉണ്ടാക്കി കൊടുത്തു.
വെള്ളം ചേർക്കാത്ത ദൈവത്തെ വിടാത്ത ഒരൊറ്റ ദൈവം. അക്കാര്യത്തിൽ ദൈവം സ്വാർത്ഥനാണ്. യഹൂദൻ എപ്പം പുറജാതിക്കാരെ കല്യാണം കഴിച്ചോ അവിടെ എക്സെപ്ഷണൽ ആയിട്ട് ഒരു പുറംജാതിക്കാരി പെണ്ണ് വന്ന കഥ കൂടി ഞാൻ കാണിച്ചു തരാം. അതും കൂടെ നിങ്ങൾ കൂട്ടി ചിന്തിക്കണം. അപ്പോ ഇതുപോലും ഈ വ്യവസ്ഥാപിതമായ എൻഡോഗമിയും വിശുദ്ധ ബൈബിൾ ഉയർത്തിപ്പിടിക്കുന്ന ഞാൻ കാണിച്ചു തരാം. ഇന്ന് ബ്രോക്കർമാരുടെ കാലമാണ്. മാരേജ് ബ്യൂറോ എന്ന് പറഞ്ഞ അച്ഛന്മാർ വരെ ആ പണിക്ക് ഇറങ്ങിത്തുടങ്ങി. കമ്മീഷൻ സെന്റ് ജോസഫ് ഒക്കെ അച്ഛന്മാരെടുക്കുന്ന പരിപാടിയല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ മാരേജ് ബ്യൂറോകളുടെ കാലമാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വസ്തുതയാണ് വെക്കുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് മാരേജ് ബ്യൂറോകളും ഉണ്ട്. പക്ഷെ ഞാനൊരു ചോദ്യം ഇടട്ടെ നിങ്ങളുടെ മുമ്പിൽ. ഒരു കത്തോലിക്കനിട പറയുന്ന ഒരു പടിയും കൂടെ കടന്ന് ഒരു ജ്ഞാനായക്കാരനിട പറയുന്ന ബ്രോക്കറിന്റെ ഡ്യൂട്ടി എന്നാ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ബൈബിളിൽ ഒരു കത്തോലിക്കനിട പറയുന്ന, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇടുന്നു. ഒരു ജ്ഞാനായക്കാരൻ ചരക്കിനും പെണ്ണിനും ഇട പറയുന്ന ബ്രോക്കറിന്റെ ഡ്യൂട്ടി. ഇത് ധ്യാനമല്ലാത്തതുകൊണ്ട് കല്യാണം കഴിക്കുന്ന ചരക്കന്റെയും പെണ്ണിന്റെയും ധർമ്മമല്ല നമ്മുടെ വിഷയം. കെട്ടിക്കുന്ന അപ്പന്റെയും അമ്മയുടെയും ഡ്യൂട്ടി അല്ല എൻ്റെ വിഷയം. മറിച്ച് ഈ രണ്ടു കൂട്ടരെയും ഒന്നിപ്പിക്കുന്ന ഒരു ബ്രോക്കർ ഉണ്ടല്ലോ, ഒരു സാധാ ബ്രോക്കർ, അവന്റെ ഡ്യൂട്ടി എന്നതാന്ന് പച്ചക്കെഴുതി വെച്ചിട്ടുണ്ട് ബൈബിളിൽ. ഒരു ജ്ഞാനായക്കാരന്റെ ഇട പറയുന്ന ബ്രോക്കറിന്റെ ഡ്യൂട്ടി വായിച്ചോ. അബ്രാഹത്തിന്റെ മകൻ ഇസഹാക്കിന് വേണ്ടി പെണ്ണ് കാണാൻ ഒരു ബ്രോക്കറിനെ ഏർപ്പാടാക്കി. അപ്പൊ അന്നും ബ്രോക്കർ പണി ഉണ്ട്. ഈ ബ്രോക്കറിനെ ഏർപ്പാടാക്കിയിട്ട് ഈ ബ്രോക്കർ എന്നാ ചെയ്തതെന്നറിയാവോ? അവിടെയാണ് നമ്മുടെ ഒരു പാരമ്പര്യം കൂട്ടി നമ്മൾ പഠിക്കേണ്ടത്. ഈ ബ്രോക്കർ അബ്രാഹത്തിന്റെ മുട്ടിനുമേൽ തൊടേല് കൈവച്ചിട്ട് ഒരൊടമ്പടി ചെയ്തത് ഇങ്ങനെ. ആ ഉടമ്പടിയുടെ വാക്കിങ്ങനാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. നിന്റെ ജാതിയിലും നിന്റെ വർഗത്തിലും പെട്ട പെണ്ണിനെ നിന്റെ ചരക്കിനു വേണ്ടി എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ തങ്ങളിലുള്ള ഉടമ്പടിയിൽ നിന്നും ഞാൻ സ്വതന്ത്രൻ ആണ്. അപ്പം പുള്ളി വെച്ച ഉടമ്പടി എന്നായിരുന്നു എന്ന് ലോജിക്കൽ സെൻസ് വെച്ചാൽ നിങ്ങൾക്ക് പിടുത്തം കിട്ടും. ബ്രോക്കർ പറഞ്ഞ വാക്ക്, നിന്റെ ജാതിയിലും നിന്റെ വർഗത്തിലും പെട്ട പെണ്ണിനെ നിന്റെ ചരക്കിനു വേണ്ടി എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ തങ്ങളിലുള്ള വ്യവസ്ഥയിൽ നിന്നും ഞാൻ സ്വതന്ത്രനാണ്. അബ്രഹാം സമ്മതിച്ചു. ആ ചെറുക്കൻ, ഈ ബ്രോക്കർ പുറത്തേക്ക് ഇറങ്ങി ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ചിന്താവിഷയം അതല്ല, മറിച്ച് നിങ്ങൾക്ക് ധ്യാനിക്കാം. ആ ബ്രോക്കർ നടത്തിയ പ്രാർത്ഥന വായിക്കണം കേട്ടോ വീട്ടിൽ പോയിട്ട്. അവൻ നെഞ്ചത്ത് കൈവച്ചിട്ട് ആകാശത്തേക്ക് നോക്കി പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ യജമാനൻ അബ്രാഹത്തിൻ്റെ ദൈവമേ, നിന്റെ മകൻ ഇസഹാക്കിന് വേണ്ടി ഞാനൊരു പെണ്ണ് കാണാൻ പോവാ. അതുകൊണ്ട് അവനു വേണ്ടി നീ നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന പെണ്ണിനെ കാണുമ്പം അതവളാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധവും പൊക്കണവും എനിക്ക് തരണേന്ന്. അവനു വേണ്ടി നീ നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന പെണ്ണ്. ബ്രോക്കറിന്റെ ഡ്യൂട്ടി എന്നാന്ന് പഠിച്ചോണം. കമ്പ്യൂട്ടറിന് അത് കണ്ടുപിടിക്കാൻ പറ്റുമോ? എന്നാ ഡൈവേഴ്സ് ചെയ്യുന്നതിനുള്ളതിന് വേറെ കാരണമൊന്നുമില്ല. ദൈവം യോജിപ്പിച്ചത് പുള്ളിക്കാരൻ തന്നെ നിരൂപിച്ചാൽ വേർപിരിക്കാൻ പറ്റത്തില്ല. കാരണം അവർ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ തന്നെ ഒന്നായിരുന്നു. അതുകൊണ്ട് അനാദിയിൽ അവനു വേണ്ടി നീ നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന പെണ്ണിനെ കാണുമ്പോൾ അത് അവളാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധവും ബുദ്ധിയും എനിക്ക് തരണേന്ന്. കച്ചതഴുകുന്നതിൻ്റെ അർത്ഥം എന്നതാ? വിശുദ്ധ ഗ്രന്ഥാധിഷ്ഠിതമല്ലാത്തതായി നമ്മൾ ഒന്നും ചെയ്യുന്നില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. വംശീയതയല്ല എൻ്റെ വിഷയം, അതിൻ്റെ പിന്നിലെ അർത്ഥമാണ്. എന്തുകൊണ്ടാണ് ഈ ബ്രോക്കർ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞേ? നിന്റെ ജാതിയിലും നിന്റെ വർഗത്തിലും പെട്ട പെണ്ണിനെ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വാക്കിൽ നിന്നുമാണ് തെക്കുംപാവൻ കല്യാണ പരിപാടി കഴിഞ്ഞ് പന്തലിൽ ചെന്ന് തലേക്കെട്ട് കെട്ടി കച്ച തഴുകുന്നതിൻ്റെ അർത്ഥം.